ഗോവിന്ദചാമി കണ്ണൂർ ജയിലിൽ ചാടി. വലിയ വാർത്തയായി. ഗോവിന്ദചാമി നമുക്കറിയാം ആരെയാണ് കൊന്നതെന്ന് കേരളത്തിലെ സമൂഹത്തിന് മുഴുവൻ അറിയാം. സൗമ്യ വധക്കേസിലെ പ്രതിയായ ഗോവിന്ദചാമിയെ 2011 ഒക്ടോബർ 31 തൃശൂർ ഫാസ്റ്റ് ട്രാക്ക് കോടതി ജഡ്ജി രവീന്ദ്ര ബാബു വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു. അത് ഗോവിന്ദചാമി അത് സുപ്രീം കോടതിയിലെ അപ്പീലിലൊക്കെ പോയി അത് ജീവപര്യന്തമാക്കി തടവാക്കി കൊണ്ടുവന്നു. അങ്ങനെയാണ് കണ്ണൂർ ജയിലിലെ 10ാം ബ്ലോക്കില് ഏറ്റവും സുരക്ഷിതത്വത്തോടു കൂടി പാർപ്പിക്കേണ്ടവരുടെ സെല്ലിനകത്ത് ഇട്ടത്. അയാള് 2011 മുതല് കണ്ണൂർ സെൻട്രൽ ജയിലിൽ തന്നെ അയാളെ സംബന്ധിച്ചിടത്തോളം ഇനി മരണം വരെ ജയിലിൽ കടന്നേ പറ്റൂ. അതുകൊണ്ട് ജയിലിൽ ആഴാനുള്ള ടെൻഡൻസി കൂടുതലാണ്. ഗോവിന്ദചാമിയെ സംബന്ധിച്ചിടത്തോളം അയാളെ തമിഴ്നാട്ടില് 10-14 കേസുകൾ ഉണ്ടായിരുന്നതിന് മുമ്പ് അവിടെ കൊടുത്തിരിക്കുന്ന പേര് ചാർലി തോമസ് എന്നാണ്. നമ്മളിവിടെ ഗോവിന്ദചാമി എന്നും ഗോവിന്ദസ്വാമി എന്നും പറയും. അയാളെ യഥാർത്ഥ പേര് അത് തന്നെ. സൗമ്യയെ നമുക്കറിയാം ട്രെയിനിലെ കമ്പാർട്ട്മെന്റിലെ ഒറ്റയ്ക്കായ സന്ദർഭത്തില് ഇവൻ ട്രെയിനകത്ത് വെച്ച് സൗമ്യയെ കയറി പിടിക്കുകയും അവിടുന്ന് സൗമ്യയെ വലിച്ച് ട്രെയിനിനെ വെളിയിലിട്ട് ട്രെയിൻ സ്റ്റോപ്പ് ഏകദേശം സ്ലോ ആയി കഴിഞ്ഞപ്പം ആ ട്രെയിനകത്തുനിന്ന് വെളിയിലോട്ട് തള്ളിയിട്ട് റെയിൽവേ ട്രാക്കിന്റെ സമീപത്തെ കാട്ടിൽ വെച്ച് ആ കുട്ടിയെ പീഡിപ്പിച്ച് അതിനെ കൊന്നു. അതാണ് സൗമ്യ കേസ്. കേരളത്തിൽ വലിയ ഞെട്ടലുണ്ടാക്കിയ, ഇന്ത്യ മുഴുവൻ അറിയപ്പെട്ട ഒരു കേസ് തന്നെയായിരുന്നു അത്. ആ കേസിലെ മരണശിക്ഷയ്ക്ക് വിധിച്ചതിൽ നിന്ന് അയാൾ അവിടുന്ന് മരണശിക്ഷയിൽ നിന്ന് ഊരി അയാൾ ജീവപര്യന്തം തടവുകാരനായി കണ്ണൂർ സെൻട്രൽ ജയിലിലെ 10ാം ബ്ലോക്കിൽ കഴിയുകയാണ്. 10ാം ബ്ലോക്കിൽ കിടക്കുന്നവരെല്ലാം വളരെ സുരക്ഷിതത്വം അവർക്ക് കൊടുക്കേണ്ട ഒരു ബ്ലോക്ക് തന്നെയാണ്. കാരണം വലിയ വലിയ കുറ്റങ്ങൾ ചെയ്തവരും പ്രത്യേകിച്ച് ചില മനോരോഗ പ്രശ്നങ്ങളുള്ളവര്, അതുപോലെ തന്നെ വീണ്ടും ക്രിമിനാലിറ്റി കാണിക്കുന്നവര്, അല്ലെങ്കിൽ കൂടെ കിടക്കുന്നവരെ കൊല്ലുന്നവര്, ഇങ്ങനെയൊക്കെയുള്ള റിസ്കി ആയിട്ടുള്ള ക്രിമിനൽസിനെ പാർപ്പിക്കുന്ന ബ്ലോക്കാണ് 10ാം ബ്ലോക്ക്, അല്ലെങ്കിൽ 10ാം കെട്ടെന്ന് പറയും. ആ 10ാം കെട്ടില് അല്ലെ 10ാം ബ്ലോക്കിൽ നിന്നാണ് ഇവൻ ചാടിയിരിക്കുന്നത്. 20 അടിയോളം ഉയർച്ചയുണ്ട് അവിടുത്തെ കോമ്പൗണ്ട് വാളിന്. ഇയാളുടെ പുതപ്പ്, കമ്പിളി പുതപ്പ് അതെല്ലാം വലിച്ചു കീറി അയാളെ ഒരു വള്ളിയാക്കി അല്ലെങ്കിൽ ഒരു കയറാക്കി മാറ്റിയിട്ട് 20 അടി പൊക്കമുള്ള മതിൽ ചാടിയാണ് പോയിരിക്കുന്നത്. ആ മതിലിനോട് ചേർന്നുള്ള വീപ്പ 2-3 കുറ്റികൾ വെച്ച് അതിന്റെ പുറത്ത് കയറി നിന്ന് പിന്നീട് അയാൾ ഈ റോപ്പ് ഉപയോഗിച്ചിട്ട് ചാടിപ്പോയതായിട്ട് മനസ്സിലാകുന്നത്. ഇന്നലെ രാത്രിയിലെ 1:15 മണിക്കാണ് അയാൾ ചാടിയത്. ഈ വിവരം അവിടെയുള്ളവരാരും അറിഞ്ഞില്ല. അവിടെ 10ാം ബ്ലോക്കിന് പ്രത്യേകിച്ച് റിസ്കി ആയിട്ടുള്ള ആൾക്കാരെ പാർപ്പിക്കുന്ന ആ ബ്ലോക്കില് 24 മണിക്കൂറും വാച്ച് ചെയ്ത ആൾക്കാരുണ്ട്. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ. അവിടെ നിന്നാണ് ചാടിപ്പോയിരിക്കുന്നത്. അവിടുത്തെ വെന്റിലേഷനില് നമുക്കറിയാം വയർ മെഷ് ഇട്ട് കവർ ചെയ്ത ഏകദേശം ഒരു 10 അടി 12 അടി ഉയരമുള്ള വെന്റിലേഷനാണ്. ആ വെന്റിലേഷന് ചെറിയ കമ്പികള് ആക്സാ ബ്ലേഡ് ഉപയോഗിച്ചിട്ട് ഇയാൾ അറുത്തത്. അത് ചിലപ്പം ഒരു മാസം എടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ 2 ആഴ്ച എടുത്തിട്ടുണ്ടാവും. അങ്ങനെ ടൈം എടുത്ത് ഒരു കയ്യിൽ തൂങ്ങി നിന്ന് വേണം അയാൾക്ക് ഇത് ചെയ്യാൻ. അല്ലെങ്കിൽ ആ സെല്ലിലുള്ള മറ്റാരെങ്കിലും ഇയാളുടെ കൂടെയുള്ള തടവുകാരോ ഇയാളുടെ കൂടെ കിടക്കുന്നുണ്ടെങ്കിൽ അവരുടെ സഹായത്തോടു കൂടി മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. കാരണം ആ കമ്പി അറക്കണമെന്നുണ്ടെങ്കിൽ ആക്സാ ബ്ലേഡ് കൊണ്ട് ഒത്തിരി ദിവസങ്ങൾ എടുക്കും. പതുക്കെ അറുത്ത് അതിന്റെ ആ അറത്തോടു കൂടി അത് അറ്റുപോയി കഴിയുമ്പം അത് വളച്ച് ആ വഴി അല്ലെങ്കിൽ 1 അല്ലെങ്കിൽ 2 കമ്പികൾ അറുത്ത് ആ തുളയെ കൂടെ ചാടി ആണ് ഈ വീപ്പാവള് അടുക്കിയിട്ടിരിക്കുന്നതിന്റെ മുകളിൽ കയറി നിന്ന് ഈ കയറ് വെച്ച് കെട്ടി ആ മതിൽ ചാടി പോയിരിക്കുന്നത്. 20 അടി ഉയർച്ചയുള്ള ഒരു കോമ്പൗണ്ട് വോളാണ്. ആ കോമ്പൗണ്ട് വോള് സാധാരണഗതിയിലെ സുരക്ഷതയ്ക്ക് വേണ്ടി പല സ്ഥലങ്ങളിലും വയർ ഫെൻസിങ് നടത്തി അതിലൂടെ കരണ്ട് കടത്തി വിടുന്നതാണ്. പക്ഷെ ഇവിടെ അതൊന്നുമില്ല. ഇവിടെ ഈ സുരക്ഷ ജയിലാണെന്ന് പറഞ്ഞെങ്കിലും 10ാം ബ്ലോക്കിൽ നിന്ന് ചാടിയ 1:15 ചാടിയ വിവരം അവിടെയുള്ള ഡ്യൂട്ടിക്കാരൻ അറിയുന്നത് വെളുപ്പിനെ 5 മണിക്കാണ്. അയാൾ കിടന്ന് ഉറങ്ങിയിരിക്കുന്നു. 5 മണിക്ക് മാത്രമാണ് അയാൾ നോക്കിയപ്പോൾ സെല്ലിൽ ആളില്ല. അപ്പോഴാണ് ഇത് മനസ്സിലായത്. ആ വിവരം ലോക്കൽ പോലീസിനെ അപ്പോൾ തന്നെ ഫോണിൽ കൂടെ വിളിച്ചറിയിക്കുന്നതിന് പകരം മേലുദ്യോഗസ്ഥന്മാരുടെ അടുത്തൊക്കെ വിവരം അറിയിച്ച് അതൊക്കെ എന്തിനാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതിലെ റിസ്കി ആയിട്ടുള്ള ഒരു ക്രിമിനൽ ചാടിപ്പോയ അന്നേരം ഫോൺ എടുത്ത് ലോക്കൽ പോലീസ് SHO അറിയിക്കുക, പോലീസ് സ്റ്റേഷൻ അറിയിക്കുക, അതാ ചാടിയിരിക്കുമെന്ന് പറഞ്ഞാല് എയർലിയസ്റ്റ് ഓപ്പർച്യൂണിറ്റി നമുക്ക് അവനെ തിരിച്ചു പിടിക്കാൻ പറ്റും. ഇവിടെ ജയിലധികർക്ക് പലർക്കും ഈ സൂക്കേടുണ്ട്. അത് മേലുദ്യോഗസ്ഥരെ അറിയിച്ചു വെച്ച് വരുമ്പോൾ നേരം വിളിക്കും.
അപ്പോഴാണ് അറിയുന്നത്. പക്ഷെ അന്നേരം ചാടിയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ തന്നെ മേലുദ്യോഗസ്ഥരെ എല്ലാം അറിയിക്കേണ്ട, ഇമ്മീഡിയറ്റ് ആയിട്ട് ലോക്കൽ പോലീസിനെ അറിയിക്കണം. അതാണ് ചെയ്യേണ്ടത്. അതിന് അയാളുടെ പേര് ഡിസിപ്ലിൻ ആക്ഷൻ ഒന്നും എടുക്കുകയല്ല വേണ്ടത്. ഇമ്മീഡിയറ്റ് ആയിട്ട് അയാളെ അറിയിക്കുക. പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു കഴിഞ്ഞാൽ പോലീസ് അലർട്ട് ആവും. അവർ പെട്ടെന്ന് പോലീസ് കൺട്രോൾ റൂമിലൊക്കെ അറിയിച്ച് ഏരിയ മുഴുവൻ കവർ ചെയ്യും. പക്ഷെ ഇവിടെ 1:15 ചാടിയ ആളുടെ വിവരം 5 മണിക്ക് അറിയുന്നപ്പോൾ ഏകദേശം 5 മണിക്കൂറോളം 4-5 മണിക്കൂറോളം അയാൾക്ക് കിട്ടി. അത് ഗോവിന്ദചാമിക്ക് അറിയാം അയാൾ കേരളം വിട്ടിരിക്കണു. ആ സമയത്ത് അയാൾ കർണാടകയിലോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലേക്ക് പോകും. ആ സ്റ്റേറ്റിൽ അയാൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. പകലൊന്നും അധികം സഞ്ചരിക്കത്തില്ല, രാത്രി മാത്രമേ സഞ്ചരിക്കാൻ സാധ്യതയുള്ളൂ, ചിലപ്പോൾ ഷെൽട്ടർ എടുക്കാം. പക്ഷെ കേരളം വിട്ടിരിക്കുന്നു. 4-5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ആ ഡ്യൂട്ടിക്കാരൻ അറിഞ്ഞത്. അതുകൊണ്ട് കേരളത്തിൽ ഏതായാലും നോക്കാം, അത് കേരളം മുഴുവൻ പരിശോധിക്കട്ടെ. ട്രെയിനെല്ലാം കവർ ചെയ്യുന്നുണ്ട്. ഇപ്പം അയാളെ ട്രെയിനിൽ കയറാൻ സാധ്യത വളരെ കുറവാണ്, കാരണം ഐഡന്റിഫൈ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ രീതിയിലൊന്നുമില്ല. പ്രത്യേക കൺവെയൻസ് ഏതെങ്കിലും ഇടപാട് ചെയ്തിട്ടുണ്ടാവും. സുപ്രീം കോടതിയിൽ പോയി ആ കേസ് വാദിക്കാനൊക്കെ പണം ഉണ്ടാക്കിയ വ്യക്തിയാണ് ഈ ഗോവിന്ദചാമി എന്ന് പറയുന്ന ബെഗർ എന്ന് വിളിച്ച് നമ്മൾ അയാള് അത്ര സാമ്പത്തികമുള്ള വ്യക്തി തന്നെയാണ്. അയാൾക്കൊരു കൈക്ക് സ്വാധീനക്കുറവാണ്. പിന്നെ എങ്ങനെയാണ് അയാൾ ഈ സെല്ലിന്റെ ആ വെന്റിലേഷനിൽ അവിടെ തൂങ്ങി നിന്ന് ആ കമ്പി അറുത്തതെന്ന് എനിക്ക് സംശയം. അപ്പൊ ആ സെല്ലിൽ തന്നെയുള്ള അല്ലെങ്കിൽ ആ ജയിലിൽ തന്നെയുള്ള മറ്റാരുടെ സഹായം, സഹ തടവുകാര്, ക്രിമിനൽസിന്റെ സഹായം ലഭിച്ചു എന്നുള്ള കാര്യത്തിൽ ഉറപ്പ്. അത് തന്നെയല്ല, അവിടുത്തെ ജീവനക്കാരന് രാത്രി എങ്ങാനും മദ്യം കൊടുത്ത് മയക്കി കിടത്തിയോ അയാൾ 5 മണിക്കല്ലേ അറിയുന്നുള്ളൂ. ഡ്യൂട്ടി ചെയ്യുന്ന ഇതുപോലെയുള്ള ക്രിമിനൽസിനെ വാച്ച് ചെയ്യാൻ 24 hours വാച്ച് ചെയ്യാൻ ഉത്തരവാദിത്തമുള്ള ആ പോലീസ്, ആ ജയിൽ ഉദ്യോഗസ്ഥൻ 5 മണിക്ക് മാത്രം ഇയാളെ ചെക്ക് ചെയ്യുന്ന സമയമാണ്. ആ സമയത്ത് നോക്കുമ്പോൾ കണ്ടില്ല എന്നാണ് പറയുന്നത്. അതിന്റെ അർത്ഥം അയാൾ ഉറങ്ങുവോ മദ്യവെച്ച് കിടക്കുകയോ ചെയ്തു. ഇങ്ങനെയുള്ള ജയിൽ ഉദ്യോഗസ്ഥരെ ഒരു കാരണവശാലും തിരിച്ച് സർവീസിൽ കയറ്റരുത്. കാരണം അവരുടെ ഭാഗത്തുള്ള ലാപ്സസ് ആണ്. അങ്ങനെയാണ് ഇവൻ ചാടിയത്. അത് സമൂഹത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ്. സമൂഹത്തിലെ ഇവന്റെ കേസിനെ എല്ലാവരും തൂക്കിക്കൊലയ്ക്ക് പലരും ഞാനും എതിരാണെങ്കിലും ഇവനെ തൂക്കിക്കൊല്ലേണ്ട ആവശ്യം സമൂഹത്തിനുണ്ടായിരുന്നു. അത് ചെയ്തില്ല. അത് വിധി റിവർട്ട് ചെയ്ത് അയാള് സെൻട്രൽ ജയിലിലെ ജീവപര്യന്തം തടവുകാരനായി മരണം വരെ കിടക്കേണ്ടവനാണ് ഇപ്പൊ ചാടി പോയിരിക്കുന്നത്. ഇയാൾ തീർച്ചയായിട്ടും ഇത്രയും നാളും അധികം സെക്സ് ഒന്നും ചെയ്യാതെ കിടക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും വെളിയിൽ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആരെങ്കിലും വിക്ടിമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എത്രയും പെട്ടെന്ന് ഇവനെ പിടിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് ഗവൺമെന്റ് അടിയന്തരമായി ഇതിനകത്ത് ഒരു അന്വേഷണം നടത്തി എവിടെയാണ് ലാപ്സസ് ഉണ്ടായതെന്നും അതോടൊപ്പം ലോക്കൽ പോലീസിനെ എല്ലാവരും അലർട്ടായിട്ടുണ്ട്. കേരളത്തിലുള്ള മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരും ഈ വിവരങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. രാവിലെ മുതൽ എല്ലാ ചാനലിലും വാർത്തയുണ്ട്. അന്യസംസ്ഥാനത്ത് അവിടെ അലർട്ട് ചെയ്ത് ഇയാളുടെ ഫോട്ടോ പബ്ലിഷ് ചെയ്തൊക്കെ ചെയ്തിട്ടുണ്ടാവണം. ഇപ്പം കേരള പോലീസ് അതൊക്കെ പെട്ടെന്ന് ചെയ്യും. അന്യ സംസ്ഥാനങ്ങളിലെ എല്ലാ പോലീസ് സ്റ്റേഷൻ, പ്രത്യേകിച്ച് ബോർഡറിലുള്ള പോലീസ് സ്റ്റേഷനുകളിൽ കർണാടകയിലും തമിഴ്നാട്ടിലുമുള്ള പോലീസ് സ്റ്റേഷനിൽ എത്രയും പെട്ടെന്ന് വിവരങ്ങൾ എത്തിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും ഇതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം കേരളോമതി ഡിജിറ്റലിലാണെന്ന് പറഞ്ഞെന്ന് തോന്നുന്നു, ശിവജി ചാടിയ കാര്യം പറഞ്ഞിരുന്നു. അയാൾ ഇതേ രീതിയിലുള്ള മോഡസ് ഓപ്പറാൻഡി തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ശിവജിയെ പിന്നെ ഞാൻ അന്ന് പൂജപ്പുരയിലെ ചാർജുള്ള സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്നുകൊണ്ട് അന്ന് എന്റെ കൂടെ ഉണ്ടായിരുന്ന അവർക്ക് SP മാരായ സുരേഷും അതുപോലെ തന്നെ ശ്രീധരനും ഇവര് രണ്ടുപേരുടെ സഹായത്തോടെ ഞങ്ങൾ കോയമ്പത്തൂർ വെച്ച് ഇവനെ പിടിക്കാൻ കാരണം ജയിലിൽ വെച്ച് അവൻ പോകുന്ന വിവരങ്ങൾ പറഞ്ഞ അല്ലെങ്കിൽ പോകുന്നതിന് അങ്ങനെ ധ്വനിപ്പിക്കുന്ന, ജയിലിൽ നിന്ന് പരോളിൽ പോകുന്ന ഇടുക്കിയിലുള്ള ഒരാളുടെ പേര് പറഞ്ഞിരുന്നു. അയാളെ കണ്ടു ചോദിച്ചപ്പം അവിടുത്തെ എവിടെ താമസിക്കുന്ന വിവരങ്ങളൊക്കെ അയാളെടുത്ത് ചോദിച്ചിരുന്നു. എന്നാണ് പരോളിന് പോകുന്ന ഡേറ്റും തിരിച്ചു വരുന്ന ഡേറ്റും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു. കാരണം ഇയാൾ അവിടെ വരാനുള്ള സാധ്യത വേറെ ആരെയൊക്കെ കോണ്ടാക്ട് ചെയ്യാൻ ഒക്കില്ല. അങ്ങനെയാണ് ശിവജിയെ ആ വീട്ടില് ശിവജിയുടെ ഒരു കോയമ്പത്തൂര് ഒളിവ് താമസിച്ചിട്ട് അവിടുന്ന് ശിവജിയുടെ ഒരു സുഹൃത്തിനെ മറ്റൊരു കള്ളനെ ഈ നെടുങ്കണ്ടത്ത് ആ വീട്ടിൽ വെച്ചു പറഞ്ഞയച്ചു. ആള് പരോളിൽ വന്നോ അവിടെ ഇട്ട് അയാളെ പിടിച്ച് അയാൾ കൂടെയാണ് നമ്മൾ ശിവജിയെ പിടിച്ചത്. അതുപോലെ തന്നെ ഈ കേസിനകത്ത് തീർച്ചയായിട്ടും ഗോവിന്ദചാമി അത് അവിടെയുള്ള ജയിലിലുള്ള ആരെങ്കിലും ഒക്കെ അയാളുടെ അടുപ്പക്കാരാരാന്ന് കണ്ടെത്തിയിട്ട് അവരെ ചോദ്യം ചെയ്യണം. ഇയാളുടെ ഉദ്ദേശം, ഇനി എന്താണ് അയാളുടെ ആഗ്രഹം എന്നൊക്കെ അവരുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ജയിലിൽ ഞാൻ ചാടും എന്നെങ്കിലും ഒക്കെ ഒന്ന് പറഞ്ഞിട്ടുണ്ടാവും. എന്നാണെന്നൊന്നും പറയില്ലെങ്കിലും അങ്ങനെ കൺവേ ചെയ്തിട്ടുള്ള ആ ക്രിമിനൽസിനെ അല്ലെ ആ കൺവിക്റ്റിനെ പോലീസ് അടിയന്തരമായി കണ്ടെത്തണം. അങ്ങനെയാണ് ശിവജിയെ ഞങ്ങൾ കണ്ടെത്തി പിടിച്ചത്. ഇവിടെയും അതുപോലെ തന്നെ അയാൾ ചാടുന്നതിന് മുമ്പ് അയാളോട് ഏറ്റവും അടുപ്പമുള്ള ചിലരോടെങ്കിലും
അയാൾ പങ്കുവച്ചിട്ടുണ്ടാവും ചില വിവരങ്ങൾ, അല്ലെങ്കിൽ അയാളുടെ ആംബിഷൻ എന്ന് പറഞ്ഞത് ഇനി തമിഴ്നാട്ടിൽ പോയി ഇന്ന സ്ഥലത്ത് പോയി എന്തെങ്കിലും ചെയ്ത് ജോലി ചെയ്ത് പണം ഉണ്ടാക്കണം, അല്ലെ കർണാടകയിൽ ഇന്ന സ്ഥലത്ത് പോകും, ഇങ്ങനെയുള്ള വിവരങ്ങൾ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ അടിയന്തരമായി പരിശോധിക്കണം. എങ്കിൽ മാത്രമേ ഇയാളെ തിരിച്ചു പിടിക്കാൻ നോക്കൂ. ഇയാൾ ഒരു ഡേഞ്ചറസ് ക്രിമിനൽ ആണെന്നുള്ള കാര്യങ്ങൾ കേരള പോലീസും ജയിലധികൃതരും മറക്കരുത്. കാരണം അടുത്ത ഒഫൻസ് ഇയാൾ ചെയ്തിരിക്കും. ഒരാളുടെ ഒരു പെൺകുട്ടിയുടെ ഒരു ജീവൻ നഷ്ടപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്.